വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഷാഫി പറമ്പിൽ വിജയം സ്വന്തമാക്കിയതോടെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള കളമൊരുങ്ങിയിരിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ള മണ്ഡലമാണ് പാലക്കാട് എന്ന് BJP വിശ്വസിക്കുന്നുണ്ട്. അതിന് കാരണമുണ്ട്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് BJP-യാണ്. മാത്രമല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായ E. ശ്രീധരൻ മികച്ച മുന്നേറ്റത്തോടെ രണ്ടാം സ്ഥാനത്ത് എത്തുകയും ചെയ്തിരുന്നു. ഒരു സമയത്ത് BJP വിജയത്തിനടുത്തെത്തിയെന്ന തോന്നലുമുണ്ടാക്കിയിരുന്നു. എന്നാൽ അവസാന നിമിഷം ഷാഫി പറമ്പിൽ അതിനെയെല്ലാം തരണം ചെയ്ത് വിജയം പിടിച്ചെടുക്കുകയായിരുന്നു. എന്നാൽ ഇത്തവണ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഉറപ്പായും വിജയം സ്വന്തമാക്കണമെന്ന ആഗ്രഹത്തോടെ തന്നെയാണ് BJP കളത്തിലിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാണ് BJP നേതാവ് ശോഭാ സുരേന്ദ്രനെ പാലക്കാട് മത്സരിപ്പിക്കണമെന്ന ആവശ്യവും ഉയർന്നത്. എന്നാൽ മത്സരത്തിന് ശോഭാ സുരേന്ദ്രൻ ഒരുപക്ഷെ ഉണ്ടാകില്ലെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ശോഭാ സുരേന്ദ്രൻ ഈ അടുത്ത് തന്നെ രാജ്യസഭാ MP-ആയി സത്യപ്രതിജ്ഞ ചെയ്തേക്കും എന്നും BJP-യുമായി ബന്ധപ്പെട്ട സൂചനകൾ പുറത്തുവരുന്നുണ്ട്. ലോക്സഭാ ഫലങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ ശോഭാ സുരേന്ദ്രനെ ദേശീയ നേതൃത്വം ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരുന്നു. മന്ത്രിസഭ രൂപീകരിക്കുന്നതിന് മുൻപാണ് ശോഭാ സുരേന്ദ്രനെ BJP നേതൃത്വം ഡൽഹിയിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടത്. BJP കേന്ദ്ര നേതൃത്വത്തിന്റെ ഈ നടപടി വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ കാലാവധി പൂർത്തിയായ സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രന് സംസ്ഥാന അധ്യക്ഷ പദവി നൽകും എന്നുള്ള പ്രചരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുയർന്നിരുന്നു. എന്നാൽ സംസ്ഥാന അധ്യക്ഷ പദവിയല്ല, കേന്ദ്രമന്ത്രി സ്ഥാനമാണ് ശോഭാ സുരേന്ദ്രന് ലഭിക്കുക എന്നുള്ള സൂചനകളാണ് അന്ന് പുറത്തുവന്നത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ മികച്ച പ്രകടനമാണ് ശോഭാ സുരേന്ദ്രൻ കാഴ്ചവച്ചതെന്ന് BJP-യിൽ അഭിപ്രായമുയർന്നിരുന്നു. കഴിഞ്ഞ തവണ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നേടിയ 17.24% വോട്ട് വിഹിതത്തെ ഇത്തവണ 28.3%-ലേക്കാണ് ശോഭ ഉയർത്തിയത്. 2,99,648 വോട്ടുകളാണ് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ നേടിയത്. SNDP വോട്ടുകളും സ്ത്രീ വോട്ടുകളും സ്ഥാനാർത്ഥിയെ പിന്തുണച്ചതായാണ് വിലയിരുത്തപ്പെടുന്നത്. ശോഭാ സുരേന്ദ്രന് അർഹമായ പരിഗണനകളൊന്നും നൽകിയില്ലെന്ന വാദം BJP കേന്ദ്ര നേതൃത്വത്തിലെ ചില നേതാക്കൾക്കുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രനെ രണ്ടാംഘട്ട കേന്ദ്ര മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കാൻ തന്നെയാണ് BJP നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് വിവരം. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ BJP-യിൽ നിന്ന് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച ജയം ഉറപ്പാണെന്നുള്ള വിലയിരുത്തലാണ് BJP പ്രവർത്തകർക്കുള്ളത്. 2016-ൽ ശോഭ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ വലിയ മുന്നേറ്റം കാഴ്ചവച്ചിരുന്നു. മാത്രമല്ല, 2019-ൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ ആ മുന്നേറ്റം ആവർത്തിക്കുകയും ചെയ്തു. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൽ നിന്നുമാണ് മത്സരിച്ചത്. സംസ്ഥാന മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെതിരെയായിരുന്നു അന്ന് മത്സരം. കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിലും രണ്ടാം സ്ഥാനത്തെത്താൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞിരുന്നു. കടകംപള്ളി സുരേന്ദ്രൻ 63,690 വോട്ടുകൾ നേടിയപ്പോൾ ശോഭാ സുരേന്ദ്രൻ 40,193 വോട്ടുകളാണ് നേടിയത്. കോൺഗ്രസിന്റെ SS ലാൽ 33,995 വോട്ടുകൾ മാത്രമേ സ്വന്തമാക്കിയിരുന്നുള്ളൂ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചത് ആലപ്പുഴ മണ്ഡലത്തിൽ നിന്നുമാണ്. ആലപ്പുഴയിലെ ചരിത്രത്തിൽ ഒരു BJP സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിക്കൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ അവിടെയും മുന്നേറിയത്. മൂന്നാം സ്ഥാനത്തായിരുന്ന ശോഭാ സുരേന്ദ്രൻ എത്തിയതെങ്കിലും ഏകദേശം 3 ലക്ഷത്തോളം വോട്ടുകൾ മണ്ഡലത്തിൽ നേടുവാൻ അവർക്കായി. ഇത്തരത്തിൽ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്ന ശോഭാ സുരേന്ദ്രനെ പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചാൽ വിജയപ്രതീക്ഷ ഉണ്ടെന്നുള്ളതായിരുന്നു BJP പ്രവർത്തകരുടെ വിലയിരുത്തൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് സ്വന്തമാക്കിയതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയം സ്വന്തമാക്കിയാൽ കേരളത്തിൽ BJP-ക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടാകുമെന്നും പ്രവർത്തകർ കരുതുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ BJP സംസ്ഥാന നേതൃത്വം ശോഭാ സുരേന്ദ്രന് സീറ്റ് നൽകിയേക്കില്ല എന്ന സൂചനകൾ പുറത്തുവരുന്നത്. പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ മത്സരിക്കുമെന്നാണ് BJP-യുമായി അടുപ്പമുള്ള കേന്ദ്രങ്ങൾ സൂചന നൽകുന്നതും. BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ ഇഷ്ടമുള്ള മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യം സുരേന്ദ്രനുണ്ടെന്നും സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയം നേടിയാൽ അത് കേരളത്തിൽ BJP-യുടെ മുന്നേറ്റത്തിന് നാന്ദി കുറിക്കൽ ആകുമെന്നും BJP-യിലെ ഔദ്യോഗിക പക്ഷത്തിന് അഭിപ്രായമുണ്ട്. ശോഭ മത്സരിച്ചാൽ വിജയിക്കും എന്ന് ഉറപ്പുള്ളതിനാൽ അത് തടയാനാണ് സുരേന്ദ്രൻ ശ്രമിക്കുന്നതെന്ന ആരോപണങ്ങളും ഉയർന്നിരുന്നു. എന്നാൽ അതിനിടയിലാണ് ശോഭയ്ക്ക് കേന്ദ്രമന്ത്രി പദവി ഒരുപക്ഷെ ലഭിച്ചേക്കും എന്ന റിപ്പോർട്ടുകൾ എത്തുന്നത്. അതിനിടെ മറ്റൊരു കൗതുകകരമായ വാർത്തയും പുറത്തുവരുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ കേന്ദ്രമന്ത്രിയാകുവാൻ രാജ്യസഭാ MP-ആകണം. രാജസ്ഥാനിൽ നിന്നാണ് ശോഭാ സുരേന്ദ്രൻ BJP-യുടെ രാജ്യസഭാ MP-ആയി മാറുന്നതെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. അതിലേറ്റവും രസകരം, ശോഭാ സുരേന്ദ്രൻ രാജസ്ഥാനിൽ മത്സരിക്കുന്ന രാജ്യസഭാ സീറ്റ് ഒരുപക്ഷെ കോൺഗ്രസ് നേതാവിൻ്റെ സീറ്റ് ഒഴിവ് വന്നതാണ്. കോൺഗ്രസ് നേതാവ് മറ്റാരുമല്ല, ആലപ്പുഴ MP KC വേണുഗോപാലിൻ്റേതാണ്. 2020-ൽ KC വേണുഗോപാൽ രാജ്യസഭാ MP ആയത് രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റിലൂടെയായിരുന്നു. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച KC വേണുഗോപാലിന് രാജസ്ഥാനിലെ രാജ്യസഭാ MP സ്ഥാനം രാജിവെക്കേണ്ടി വരും.
മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ സീറ്റിൽ കോൺഗ്രസിനൊരു എംപിയെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയില്ല. ബിജെപിക്ക് മാത്രമേ അതിനുള്ള അംഗബലമുള്ളൂ. ഈ രാജ്യസഭാ സീറ്റ് ശോഭാ സുരേന്ദ്രന് നൽകാനാണ് ബിജെപി തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് വിവരം. സഹമന്ത്രിയായി കേന്ദ്ര മന്ത്രിസഭയിലേക്ക് എത്തുന്ന ജോർജ് കുര്യൻ ഏതു സംസ്ഥാനത്തു നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമെന്ന ചോദ്യം നേരത്തെ ഉയർന്നിരുന്നു. കെ.സി. വേണുഗോപാൽ ലോക്സഭയിലേക്ക് വിജയിച്ചതോടെ രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റ് രാജിവെക്കുമ്പോൾ ഈ സീറ്റ് ജോർജ് കുര്യന് ലഭിച്ചേക്കാമെന്ന വാർത്തകളും നേരത്തെ പുറത്തു വന്നിരുന്നു. എന്നാൽ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് നിന്നായിരിക്കും ജോർജ് കുര്യൻ രാജ്യസഭയിലേക്ക് എത്തുക എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. നിലവിൽ ആലപ്പുഴ എംപിയായ കെ.സി. വേണുഗോപാലിന്റെ രാജ്യസഭാ കാലാവധി 2026 ജൂൺ 21 വരെയുണ്ട്. ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ വൈകാതെ രാജിവെക്കും. ശേഷിച്ച കാലത്തേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാജസ്ഥാനിലെ ഭരണകക്ഷിയായ ബിജെപിക്കാണ് ഈ സീറ്റ് ലഭിക്കുന്നത്. ഈ സീറ്റിൽ നിന്ന് ശോഭാ സുരേന്ദ്രൻ രാജ്യസഭയിൽ എത്തുമെന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്.